ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആകും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നമ്മുടെ ചേച്ചിമാരൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡയാനയ്ക്കുള്ള ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ നല്ല ഇതിനെ കത്തുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, നമുക്ക് കുറച്ച് വിറക് എടുക്കാൻ വേണ്ടി പോകണേ. ദൂരെ എങ്ങോട്ടും അല്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് ചീരകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു തലഭാഗം ഒന്ന് കണ്ടിച്ച് വിടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് പുതിയ തളർപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ചീരകൾ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ മുറിച്ച് വിട്ടതിന് ശേഷം പിന്നെ കുറച്ച് അടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വിറകൊക്കെ ഇവിടെ കോതിയിട്ട് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിറകൊക്കെ ഫുള്ള് നമ്മുടെ ഇവിടെ പറമ്പിൽ തന്നെ നമ്മൾ എല്ലാ വർഷവും മരങ്ങൾ കോതാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിറകുകളാണ്. അതുകൊണ്ട് നമുക്ക് വിറകിന് ഇപ്പോൾ ചുള്ളി വിറകൊക്കെ ആയാലും അല്ലാത്ത വിറകൊക്കെ നമുക്ക് വിറകിന് അങ്ങനെ വലിയ ക്ഷാമമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ തന്നെ അങ്ങനെ കോതിയിട്ട് കിടന്നുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടിയതുകൊണ്ട് അവിടെ തന്നെ കിടന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ആയാലും പച്ചക്കുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടത് ഒരുപാട് അങ്ങ് ഉണങ്ങിയിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് വെള്ളം വാർന്ന് പോകാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ വിറക് ഇപ്പോൾ ചുള്ളി വിറകാട്ടോ എടുക്കുന്നത്. ചുള്ളി വിറകൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ തീ പിടിപ്പിക്കാനൊക്കെ ചുള്ളി വിറകില്ലാതെ നടക്കില്ല കേട്ടോ. കാരണം പറയുന്നത് തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ് നമുക്കിവിടെ പൊതുവെ. എത്ര വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു തണുപ്പാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നല്ല കട്ടിയുള്ള, അതായത് നല്ല കനമുള്ള വിറകൊക്കെ വെച്ച് കൊടുത്താലും പെട്ടെന്നൊന്നും കത്തുന്നില്ല. അപ്പോൾ ചുള്ളി വിറകൊക്കെ ആണെങ്കിൽ ഒന്ന് പിടിക്കണ വരെ ചുള്ളി വിറക് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അല്ലാത്ത വിറകാണ് കേട്ടോ വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇതിലിപ്പോൾ പല ടൈപ്പ് വിറകുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയൊന്നും കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നല്ല ഉണങ്ങിയ വിറക് നോക്കി ഇപ്പോൾ കുറച്ച് എടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഉണങ്ങി വിറകായതുകൊണ്ട് തന്നെ ഞാനിതാ കാല് വെച്ചും കൈ വെച്ചിട്ടൊക്കെ ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാക്കത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ ഒരുപാട് കവട്ടുകളൊക്കെ പോയിട്ടുണ്ടാവില്ല, അതൊക്കെ നമുക്ക് കൈ വെച്ചിട്ടൊക്കെ പൊട്ടിക്കാം, കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് മാത്രമേ ഞാനിപ്പോൾ വാക്കത്തി വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഒരുപാട് ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. നമുക്കിവിടെ അടുത്തായതുകൊണ്ട് തന്നെ വേണ്ടപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ട് എടുക്കാവുന്നല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വിറക് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നാളത്തേനും കൂടി ആയല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ചൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആയാലും കുറേ കാപ്പിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാപ്പിയുടെ ഒരു വിളവെടുക്കുന്ന സീസണൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വിറക് എടുത്തിട്ടില്ലല്ലോ, കുറച്ച് മാത്രമായതാണ് കേട്ടോ. ഞാൻ പിന്നെ കയറൊന്നും വെച്ചിട്ട് കെട്ടായിരുന്നു, കാരണം നമുക്കിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ചെടുത്തത് നമ്മുടെ ഏലത്തിൻ്റെ തൈകളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ കമ്പൊക്കെ കുത്തി കൊടുത്ത് നല്ല ഉഷാറായിട്ട് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പുതിയ മുളകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ എന്തായാലും ഞാനിതാ വിറകുമായിട്ട് നമ്മുടെ അടുക്കളയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് അടുക്കളയിലാണല്ലോ ഇപ്പോൾ തീയൊക്കെ കത്തിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളിലല്ല കേട്ടോ വിറകൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്, അപ്പോൾ പുറത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡയനയുടെ ഫുഡ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനൊക്കെ വെള്ളം വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിറകൊക്കെ വാരി വെക്കുള്ളൂ. അതായത് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നായിട്ട് എല്ലാ വിറകും നല്ല കട്ടിയുള്ള വിറക് അടിയിൽ വെച്ചിട്ട് പിന്നെ മേളിലാട്ടോ ഇതുപോലെ തന്നെ ചുള്ളി വിറകൊക്കെ വെക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചുള്ളി വിറകും കൂടി ആയതുകൊണ്ട് പിന്നെ പുറത്തടുപ്പും കൂടി ആണതുകൊണ്ട് തീക്കാലം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിറകിലേക്ക് കത്തിപ്പിടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള വിറക് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മളിതുപോലെ ചുള്ളി വിറകൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ തീ പിടിപ്പിക്കാൻ നല്ല തണുപ്പാണെങ്കിലും ഒരു പരിധി വരെ നമുക്കൊരു ആശ്വാസം എന്ന് പറയട്ടെ. അപ്പം എന്തായാലും വിറകൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീയൊക്കെ കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിറ്റടിക്കലാട്ടോ അടുത്തൊരു പരിപാടി. അപ്പോൾ മിറ്റടിക്കണമെന്നുണ്ടെങ്കിൽ മിറ്റത്ത് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുടംപുളിയാണ്. അപ്പോൾ ഇന്നത്തെയും കൂടി ഉണക്കാകുമ്പോഴത്തേനും നല്ല കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ആയാലും ഇപ്പോൾ വൈകുന്നേരം വരെ നമ്മൾ നന്നായിട്ട് വെയിൽ കിട്ടിയപ്പോഴത്തേനും നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉണക്കാനൊന്നും വെക്കേണ്ട കേട്ടോ നമ്മുടെ കുടംപുളി. അതൊരു കുടംപുളി കൂടാതെ ഞാൻ വേറെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അതായത് പച്ചക്കപ്പ കുറച്ചൊന്ന് വട്ടത്തിലിങ്ങനെ അരിഞ്ഞ് നൈസായിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു 3 ദിവസമായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം കൂടി ഇടേണ്ടി വരും. എന്തായാലും അതുകൂടി ഒന്ന് എടുക്കട്ടെ. അപ്പോൾ മിറ്റം അടിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മിറ്റം അടിക്കുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് തെറിച്ചതാവുമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് മടക്കി ഇതിപ്പോൾ നേരെ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ കുടംപുളി എന്തായാലും നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണിയിലൊക്കെ ആക്കിയിട്ട്, ഭരണിയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൺകലത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ലെയർ ആയിട്ടാട്ടോ വെക്കുക. അപ്പോൾ ഒരുപാട് വർഷം കേടുകൂടാതിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ സിറ്റ് ഔട്ടിൽ വെക്കുകയാണെന്ന് ശേഷം നമുക്ക് മിറ്റമൊക്കെ അടിച്ചതിന് ശേഷം നേരെ എടുത്ത് വയ്ക്കാം. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം പിന്നെ നേരെ മിറ്റം അടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. രാവിലെ ഒന്ന് അടിച്ചിട്ടുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് അടിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും 2 നേരം അടിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വൈകുന്നേരം കൂടി അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിനി വിളക്കൊക്കെ വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും മുറ്റൊന്ന് അടിച്ചിടാം. അപ്പോൾ പൂച്ചെടിയുടെ ആ ഒരു ഭാഗത്താട്ടോ പൂക്കൾ കൊഴിഞ്ഞതിൻ്റെ ഇതും അതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അല്ലാതെ മുറ്റത്ത് അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മെലസ്റ്റോമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് ഒക്കെ നല്ല ഉഷാറായി നിൽക്കുന്നത്. അപ്പോൾ താഴെയും കുറേ പൂക്കൾ മുന്നേ ഉണ്ടായതൊക്കെ അങ്ങനെ കൊഴിഞ്ഞ് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് ഫുള്ളായിട്ട് അടിച്ചെടുത്തേ. അങ്ങനെ എന്തായാലും മിറ്റടിക്കലിൻ്റെ പരിപാടി ആകുമ്പോൾ തന്നെ ഉള്ളൊക്കെ എല്ലാവരെയും ഒന്ന് അടിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തുടയ്ക്കലാണ്. അപ്പോൾ ഈ ഒരു വാതിൽ ആദ്യം തന്നെ അങ്ങ് ചാരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവണിക്കുട്ടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇവിടെ തുടയ്ക്കുന്ന സമയത്തിന് എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടായിട്ട് പെട്ടെന്ന് ചിലപ്പോൾ നീച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുള്ളൂ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആവുന്നുള്ളൂ.
അപ്പോൾ എന്തായാലും ചാരി ഇടുവാണെങ്കിൽ അങ്ങനെ സൗണ്ടൊന്നും അങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ പെട്ടെന്ന് കേൾക്കില്ലല്ലോ. അവൾ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ തുടച്ച് കഴിയുമ്പോഴത്തേന് ഉണങ്ങും കൂടി ചിലപ്പോൾ ഉണങ്ങിയിട്ട് അവൾ എണീക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി ചിലപ്പോൾ വഴിക്ക് വിടാനുള്ള ചാൻസും ഉണ്ട്. കാരണം എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുടക്കുകയും കൂടി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതിരിക്കില്ല കേട്ടോ ആൾ. അപ്പോൾ എന്തായാലും അവൾ കിടന്ന് ഉറങ്ങട്ടെ. ആ സമയം കൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തുടച്ചെടുക്കുക കേട്ടോ എല്ലാവരുടെയും. അപ്പോൾ കൈയോടെ ഫാനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുവാണ്. അപ്പോൾ ഇത് അവൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട് കാണിച്ചൊരു പരിപാടി കേട്ടോ ഇത്. നമ്മുടെ കുറിഞ്ഞിയുടെ പേരക്കുട്ടികളെ ഫുള്ള് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതായത് കുറിഞ്ഞിയുടെ മോളുടെ കുട്ടികളാട്ടോ. അപ്പോൾ കുറിഞ്ഞി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നില്ല. കാരണം ഇവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ ഇവിടെ പ്രസവിച്ചിട്ട് അങ്ങനെ പിന്നെ ഇവിടെ തന്നെയായിട്ടും ആൾ. പിന്നെ ആളുടെ കുട്ടിയും മക്കളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ബഹളം തന്നെയായിരുന്നു. ഇപ്പോൾ ആ കുറിഞ്ഞിയുടെ മോള് വീണ്ടും പ്രസവിച്ചിരിക്കട്ടെ. അപ്പോൾ 3 കുഞ്ഞുങ്ങൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേനും മ്യാവും മ്യാവും എന്ന് പട്ടക്കിയായിട്ട് എണീക്കുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നിട്ട് ഇതേപോലെ അവരുടെ കൂടെ ഇങ്ങനെ ഓടി ചാടി നടന്ന് നല്ല കളിയാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചതാക്കിയിട്ട്. അപ്പോൾ ഇതാ അവൾ ഉറങ്ങുന്നത് വരെ ഇവരുടെ കൂടെ കളിച്ചിട്ട് ഇതാ കുറച്ച് നേരമായിട്ടുള്ളൂ ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവരെന്തായാലും അവൾ ഉറങ്ങിയ ഒരു ടൈം കൊണ്ട് ഒരു പൂച്ചയുറക്കം ഉറങ്ങി അവരിതാ എണീച്ചിരിക്കുവാണ്. കണ്ണൊക്കെ തുറന്ന് ഇതേപോലെ നടക്കാനൊക്കെ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. കാരണം ഇവരിപ്പോൾ ജനിച്ച് ഈ ഒരു ലോകം കണ്ടിട്ട് ഒരു 1 മന്ത് ഏകദേശം ആവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു 1 മന്ത് ആയിട്ടില്ല, ഒരു ഹാഫൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ 1 മന്തിൻ്റെ. അപ്പോൾ നോക്കി കൈക്ക് കൊടുക്കുമ്പോഴത്തേന് കയ്യിലേക്ക് ഇങ്ങനെ ചാടാനുള്ള പരിപാടിയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നത്. കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം നമ്മുടെ ആവണിക്കുട്ടി ഇങ്ങനെ. കാരണം ആവണിക്കുട്ടിയുടെ ഒരു പ്രായം ചെറുതായതുകൊണ്ട് ഇവരും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് കളിക്കാനുണ്ടെങ്കിൽ അവൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ മാന്തലോ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ അടുത്തൊന്ന് നഖമൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിട്ട് ഇവരുടെ കാര്യം എങ്ങാനും മാന്തു കയറുന്ന പൂച്ചയൊക്കെ ഇല്ല. അപ്പോൾ നമ്മളും കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് നോക്കുന്നത്. കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ആർക്കായാലും ഈ ഒരു പൂച്ച കുഞ്ഞുങ്ങളെ കണ്ട എന്തായാലും ഒന്ന് എടുക്കാൻ വേണ്ടി തോന്നാതിരിക്കില്ല. കാരണം അത്രയും നല്ല ക്യൂട്ടായിരുന്നു. ഓടി ചാടി കളിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ഒരു സോഫ ഫുള്ള് ഇപ്പോൾ ഇവർ കീഴടക്കിയ ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ എന്താ നോക്കി ഇവരെ കൊണ്ട് ഇവിടെ ആക്കിയ ആളതാ നോക്കി നല്ല ഉറക്കത്തിലാട്ടോ. കാരണം കുറച്ച് നേരമായിട്ടില്ലേ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരെ നീളത്തിൽ ഇങ്ങനെ താഴേക്ക് കിടത്തിയാണ്. അപ്പോൾ നോക്കി കിടന്ന് കിടന്ന് ആ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ. ലൈറ്റൊക്കെ ഓഫാക്കി നമുക്ക് വാതിലടച്ച് നമ്മുടെ പണിയിലേക്ക് കിടക്കാം കേട്ടോ. കാരണം ചിലപ്പോൾ ഞാൻ തുടച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ നീച്ച് വന്നാൽ പിന്നെ പണിയാവുമല്ലോ. അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങട്ടെ. എന്തായാലും നമ്മൾ നേരത്തെ തുടച്ചിട്ടുള്ള ഭാഗങ്ങൾ ഫുള്ള് ഇതാ ഈ ഒരു ടൈം കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഹാൾ ഏകദേശം തുടച്ച് തീരാനായിട്ട് പിന്നെ ഞാൻ സിറ്റ് ഔട്ട് റൂമുകളൊക്കെ തുടച്ചിട്ട് നമുക്ക് അടുക്കളയും കൂടി ആയിട്ട് തുടയ്ക്കാമല്ലോ. അങ്ങനെ പെട്ടെന്ന് അതും കൂടി തുടയ്ക്കട്ടെ. എല്ലാവരുടെയും തുടച്ചൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ കറണ്ട് അങ്ങ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടാകും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരെ വന്നത് ഈ പാത്രങ്ങൾ കഴുകാണ്ടിട്ട് നമുക്ക് കുറച്ചധികം. കാരണം നേരത്തെ നമുക്ക് പണിക്ക് ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ചായ കൊടുത്ത പാത്രങ്ങളായാലും അതുപോലെ തന്നെ കഞ്ഞി വാർത്തുള്ള കാലം അങ്ങനെ കുറച്ച് പാത്രങ്ങളും കലങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ചായ വെച്ചതും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. നമുക്ക് കുളിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കുളിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ കുറച്ച് നേരം. അതുകൊണ്ട് തന്നെ പണികളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് കുളിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡയാനയ്ക്ക് വെച്ചിട്ടുള്ള ചോറ്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുളിക്കാനുള്ള വെള്ളവും സെറ്റാക്കി. പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏലത്തിൻ്റെ കൈയൊക്കെ ഒന്ന് ഒരുക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സൈഡ് തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും എന്തായാലും പണി. ഇതാ കുറച്ച് വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി കഴിയാനായിട്ടാണ്. നമുക്ക് ചെറിയ പാത്രങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൂടി കഴുകി എല്ലാവരും കൂടെ കമിഴ്ത്തി വെച്ചാൽ നമ്മുടെ പാത്രങ്ങളുടെ കാര്യം ഫുൾ ഫിനിഷ്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്താ കഴുകുന്നതല്ലേ? അതെ, നമ്മളിപ്പോൾ കഴുകുന്നത് ബജിമുളകാട്ടോ. അപ്പോൾ ബജിമുളക് ഞാൻ നെടുക കീറിയതിന് ശേഷം അതിൽ ആ ഒരു അരിയൊക്കെ ഒന്ന് എടുത്ത് കളയണം നമുക്കപ്പോൾ. അതിന് മുന്നായിട്ട് ഒന്ന് കഴുകുകയെന്നുണ്ടെങ്കിൽ ഒരു എരിവൊക്കെ പോകാൻ നല്ലതാട്ടോ. അപ്പോൾ കുഞ്ഞാവിക്കും കൂടി കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കീറിയിട്ട് നേരിട്ട് തന്നെ ഒരു മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ആവണിക്കുട്ടിക്ക് ചിലപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതായിരിക്കില്ല ചിലപ്പോൾ അവൾ. നമ്മൾ കഴിക്കുന്നത് തന്നെ അവൾക്ക് വേണമെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാതും ഇതേപോലെ നെടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡൊക്കെ എടുത്ത് കളയണം. അപ്പോൾ 2-3 വട്ടം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പോയിട്ട് സീഡൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കളയണം. നമുക്ക് ചായക്ക് മുളക് ബജിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്തായാലും. അപ്പം ഇതിൻ്റെ ഒരു ബാറ്ററും കാര്യങ്ങളൊക്കെ ഒരു മാവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് എന്താ അതിൻ്റെ സീഡും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എടുക്കും. കഴിഞ്ഞ ദിവസം നമ്മളെ പുറത്ത് പോയപ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടതായിട്ട് ഈ ഒരു ബജി മുളക്. അപ്പോൾ എപ്പോഴും അങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് പിറ്റേ ദിവസം നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് സീഡൊക്കെ ഫുള്ളൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ മൂത്ത സീഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാകി നോക്കിയാൽ ഉണ്ടാവുമായിരിക്കും, അറിയില്ല കേട്ടോ. നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നല്ല സീഡായിട്ട് നമ്മൾ ഫുള്ളായപ്പോൾ തിരിച്ചെടുക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ നമുക്കിവിടെ. അങ്ങനെ നമ്മുടെ ഷൊട്ടുമണി എണീറ്റൂല പൊന്ന. എന്താണ് അപ്പാപ്പു അപ്പാപ്പു വേണോ? കുറച്ച് നേരം ഞങ്ങൾക്ക് ഇങ്ങനെ കിടക്കണം കേട്ടോ. എത്ര ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം 5 മിനിറ്റിൽ ഇങ്ങനെ അമ്മയുടെ നിലത്ത് ഇങ്ങനെ കിടക്കുന്ന ആൾ. എന്നാലും ഞങ്ങൾ ഓക്കെ ആവുള്ളൂ അല്ലേ? എന്താ കുളിക്കണ്ടേ ഇനി?
രാവിലെ ഞങ്ങൾ അംഗൻവാടി പോയപ്പോൾ കുളിച്ച് എന്നോട് ഞങ്ങൾ വൈകുന്നേരം കുളിക്കും അല്ലേ? അവിടെ പോയിട്ട് കളിയായിരുന്നില്ലേ? ഞങ്ങൾ അംഗൻവാടിയിലൊക്കെ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. 1 2 പഠിച്ചൊന്ന് കേൾപ്പിച്ചു കൊടുക്കുവോ? ഉറക്കപ്പിച്ചിലാട്ടോ. അത് 5 മിനിറ്റ് എടുക്കില്ല എന്തായാലും ഒന്ന് ഓക്കെ ആയി വരാൻ വേണ്ടി. ഇപ്പം തന്നെ മുഖം കഴുകാൻ വേണ്ടി കൊണ്ടുപോയി ആളെന്തായാലും സമ്മതിക്കും കിടക്കുന്നത്. ഒരു 5 മിനിറ്റ് വേണ്ടി ഞാൻ മുഖം കഴുകി ഓക്കെ ആവും അല്ലേ? അപ്പം ഉണ്ടാക്കാം നമുക്ക്. മ്യാവു എവിടെ? അവിടെ മ്യാവു മ്യാവുണ്ടോ ഇവിടെ? ശുദ്ധു മ്യാവു ഇവിടെ? അമ്മ പപ്പുണ്ടാക്കുവേ. മുളകിൻ്റെ അരിയൊക്കെ എടുത്ത് മാറ്റട്ടെ. പിന്നെ ആവണിക്കുട്ടീനെ മടിയിൽ വെച്ച് കുറേ നേരം ആളെ കൊഞ്ചിച്ചതിന് ശേഷം കേട്ടോ ഞാനുള്ള ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തപ്പോൾ പൂച്ചേനെ കണ്ടപ്പോൾ തന്നെ ആൾ ഓക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം പൂച്ചക്കുട്ടി ആളുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ 3 പേര് അവളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ തലോടി കൊടുക്കുന്നു, ചിരിക്കുന്നു, അവരടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്തായാലും നമ്മുടെ ബാക്കിയുള്ള ഒരു സീഡ് കൊടുന്ന് കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല അപ്പോൾ ഞാൻ നമ്മുടെ ആവണിക്കുട്ടീനെ ഇപ്പോൾ എടുത്ത് മടിയിലൊക്കെ വെച്ച് കൊഞ്ചിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈയൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ അവളെ എടുക്കാൻ പോയത്. കാരണം നമ്മളിപ്പോൾ മുളകിലൊക്കെ തൊട്ടാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള ഒരു സീഡ് കൂടി നല്ല രീതിയിൽ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഭയങ്കര കൊഞ്ചിക്കലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നോക്കി 3 പേരും കൂടി കയറി ഇന്ന് നമ്മുടെ ആവണിക്കുട്ടിയുടെ മടിയിലിരിക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ആൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കത്തി മുളകൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അവൾ ചെയ്തോളാം കേട്ടോ പറയുന്നത്. പിന്നെ അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം കൂടിയാണല്ലോ. പിന്നെ മുളകൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് തൊടിക്കാനേ പോയില്ല കേട്ടോ. പിന്നെ പൂച്ചയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആളുടെ മൈൻഡ് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം പൂച്ചേനെയൊക്കെ കുറേ നേരം കൊഞ്ചിച്ചതിന് ശേഷം ഒറ്റ കിടത്താട്ടോ അതേപോലെ. അപ്പോൾ എന്തായാലും പൂച്ചേനെ നോക്കിയിട്ട് അവിടെ കിടക്കുന്നു. കണ്ണ് അടച്ചൊന്നുമല്ല, കണ്ണ് തുറന്ന് കിടക്കുവാണ്. അപ്പോൾ മുളക് ഏകദേശത്തെ സീഡൊക്കെ കളഞ്ഞ് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സീഡെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ 2 വട്ടം ഒന്നുകൂടി നല്ല രീതിയിൽ പച്ചവെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഒരു എരിവ് ഫുള്ള് പോലും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബജ്ജി മുളക് സെറ്റായി കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ മുളക് വെച്ച് റെഡി ഇട്ടപ്പോൾ എന്തായാലും അതോട് സെറ്റാക്കട്ടെ. മുളകിൻ്റെ ഉള്ളിലുള്ള എല്ലാ സീഡും നമ്മൾ ഫുള്ളായിട്ട് ഞാൻ കളഞ്ഞിട്ട് വീണ്ടും 2 വട്ടം നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഒന്ന് വാരി വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ഹോളുള്ള പാത്രങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ പാത്രത്തിലേക്ക് വാരി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മളിതിപ്പോൾ പൊരിക്കേണ്ട ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ട് തന്നെ പോയിട്ട് ഒരു വെള്ളം തന്നെ വേണ്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ടൈമിൽ പടപടാന്ന് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേൾക്കില്ല. അപ്പോൾ എന്തായാലും ഒന്ന് വാരി വെച്ചിരിക്കട്ടെ. വെള്ളമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് തന്നെ പോട്ടെ വാർന്ന്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇനി നമുക്ക് ഈ ബാറ്റർ സെറ്റാക്കണം നമ്മുടെ മുളക് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കടലമാവാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടി കേട്ടോ. അതാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളറും ഉണ്ടാകും, പിന്നെ എരിവും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പാണ്. പിന്നെ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഈസ്റ്ററിൻ്റെ കായപ്പൊടി കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു മുളക് പൊടി ആയാലും കായപ്പൊടിയൊക്കെ ആയാലും എല്ലാവരുടെയും ചിലപ്പോൾ ഒരേപോലെ എത്തിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാവരുടെയും ഒരു നല്ല രീതിയിൽ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ബാറ്റർ സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ സ്പൂൺ വെച്ചിട്ടല്ല കേട്ടോ, അപ്പോൾ കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിയപ്പോൾ എനിക്ക് അത്രയും സെറ്റാവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു ബാറ്റർ സെറ്റാക്കുന്നത്. അപ്പോൾ കൈ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് ലൂസ് വേണ്ട കേട്ടോ. ഒരു കുറുകിയൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ട. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കുക. ഗൈസ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ വിളക്ക് വെക്കേണ്ട ഒരു ടൈം ഏകദേശം ആവാൻ ഇനിയും ഒരു അരമണിക്കൂർ കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് അടുപ്പിലാണെങ്കിൽ നല്ല തീ വിടും. അപ്പം ഞാൻ ചട്ടിയൊക്കെ ചൂടാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ നേരത്തെ നമ്മുടെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് വെച്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുളക് വെച്ചിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം നമുക്ക് എന്തായാലും വിളക്ക് വെക്കുന്നതിന് മുന്നായിട്ട് എന്തായാലും മുളക് വെച്ച് ഉണ്ടാക്കിയിട്ട് വെക്കാം. അപ്പം എന്തായാലും എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചു ഓൾറെഡി, കാരണം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ അവസ്ഥ നോക്കാം. എണ്ണ ഇതാ തിള വരുന്നതേ ഉള്ളൂ. അതായത് കുറച്ചുകൂടി ചൂടാവാറുണ്ട്. നന്നായിട്ട് ചൂടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബജ്ജിയൊക്കെ ആയി കിട്ടുമല്ലോ. നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. എന്തായാലും കുറച്ചേരം നെയ്റ്റ് നമുക്ക് ഇതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി പുറത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ കുറച്ചുകൂടി. അപ്പം എൻ്റെ കൊടുത്തത് നമ്മുടെ ആവണിക്കുട്ടിയും കുടിച്ചിട്ടുണ്ട്. ആവണിക്കുട്ടിയുടെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ അവൾ പുറത്ത് പൂച്ചേൻ്റെ കൂടെ നടക്കാനുള്ള പരിപാടി തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കാരണം തീ കത്തുന്ന ഒരു ലെവൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ എണ്ണ പെട്ടെന്ന് തന്നെ ചൂടാവുന്നത്. എന്തായാലും ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ പോകട്ടെ. നമ്മുടെ മുളക് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഒരു ബാറ്റർ സെറ്റാക്കുമ്പോൾ എപ്പോഴും ഒരുപാട് ലൂസാവാൻ പാടില്ല കേട്ടോ. കാരണം ഇപ്പോൾ നോക്കിയതിലേക്ക് ആ ഒരു മുളകിലേക്ക് മുങ്ങിയിട്ടും നന്നായിട്ട് തന്നെ പൊക്കിയെടുക്കുമ്പോൾ താഴേക്കിങ്ങനെ ഒറ്റ വീഴ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ വേണ്ട. ഇതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പാടില്ല. അത് ഒരുപാട് ലൂസായി പോയാൽ
ആ ഒരു മുളകിൽ പിടിക്കില്ല. പിന്നെ നമ്മുടെ ആ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തായാലും കറക്റ്റ് ലെവലിലാട്ടോ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3-4 ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മേളിൽ കൂടെ ഇങ്ങനെ പൊങ്ങി കിടന്നു പോകും. എന്തായാലും തീയാണെങ്കിൽ ഒരു രക്ഷയില്ലാതെ നല്ല രീതിയിൽ തന്നെ ആളി കത്തുന്നുണ്ട് അല്ലേ. പക്ഷേ പുകയാണ്, ഒരു രക്ഷയില്ലാതെ പുകയുണ്ട് കേട്ടോ കൂടെ. നോക്കി പുക വരുന്നത് എവിടെ നിന്നാണോ, ഇത്രയും നന്നായിട്ട് തീ കത്തിയിട്ട് എന്താണെന്ന് അറിയില്ല. ഇനി വിറകിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പുക വന്നു തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും കുളിച്ചതിന് ശേഷം ആദ്യം തന്നെ വിളക്കൊക്കെ കഴുകി വെച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് ഒരു വിളക്ക് വയ്ക്കേണ്ട ഒരു കറക്റ്റ് ടൈം ആവുമല്ലോ. പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് വിളക്ക് വയ്ക്കണം. ഒരു സൈഡ് നന്നായിട്ട് ആയതിന് ശേഷം വീണ്ടും ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഞാൻ എന്തായാലും ബാക്കിയുള്ള എല്ലാ ബജിയൊന്നും ഉണ്ടാക്കിയെടുത്തിട്ട് കാണാം. മുളക് ബജിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും എന്തായാലും നമ്മുടെ വിളക്ക് വയ്ക്കേണ്ട ടൈം കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും നോക്കിയാൽ നേരെ വിളക്ക് വയ്ക്കാൻ വേണ്ടി വന്നിട്ട്. അപ്പോൾ വിളക്കൊക്കെ നമ്മൾ ഓൾറെഡി കുളി കഴിഞ്ഞതും കഴുകി വെച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു കേട്ടോ വിളക്ക് വയ്ക്കാൻ വേണ്ടി. അല്ല നമ്മളിനി മുളക് ബജി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ വിളക്ക് കഴുകാൻ വേണ്ടി വന്നാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ വിളക്ക് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നേരത്തെ കഴുകി വെച്ചുകൊണ്ട് എന്തായാലും എളുപ്പമുണ്ട് കേട്ടോ. നമ്മുടെ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ബാക്കിയുള്ള ലൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പോയിട്ട് ചായയൊക്കെ കുടിക്കാനുണ്ട്. അതേപോലെ തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിലൊരു തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോത്തിലേക്ക് ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് ബൈ.